2010 ഇവിടെ നടന്നിട്ടുള്ള ഒരു പ്രകടനം വിലക്കയറ്റത്തിനും അതുപോലെ തന്നെ മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പ്രകടനം അതിനെതിരായിട്ടുള്ളൊരു കേസെന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ 24 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ കോടതിയിൽ ഹാജരാകാനാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. ആ കേസ് ഇന്ന് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് കോടതിയിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ എം വിജിൻ MLA കല്യാശ്ശേരി MLAയോട് വളരെ അപമര്യാദയായി ഒരു ടൗൺ SI പെരുമാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഷൗട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മൈക്കും പിടിച്ചു വാങ്ങുന്നു. ഒരു പൊതുപ്രവർത്തകനോടാണ്, ഒരു ജനപ്രതിനിധിയോടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നിലപാടുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ വിജിനോട് കാണിച്ചിട്ടുള്ളത് വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് പോലീസ് എടുത്തത്. വിജിൻ പൊതുവെ വളരെ ശാന്തനാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു എടുത്തുചാട്ടത്തിൽ പോകുന്ന പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരനെയല്ല. വിജിൻ ഇന്നലെ കളക്ട്രേറ്റിൽ പോയത് നേഴ്സിംഗ് അസോസിയേഷൻ്റെ അവരുടെ ചില ഡിമാൻഡ് വെച്ചുകൊണ്ടുള്ള കളക്ട്രേറ്റിന് മുമ്പിലുള്ള ഒരു സമരമുണ്ട്. ആ സമരം ഉദ്ഘാടനം ചെയ്യാനാണ് MLA സഖാ വിജിൻ അവിടെ എത്തിയത്. അപ്പോൾ വിജിൻ അവിടെ എത്തുമ്പോൾ കാണുന്നത് ഈ പ്രകടനമായി വന്നിരിക്കുന്ന നേഴ്സുമാർ ഗേറ്റിനപ്പുറം കടന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഗേറ്റ് പൂട്ടി അല്ലെങ്കിൽ അവിടെ 2 പോലീസുകാരുണ്ടാവും. ആ ഗേറ്റിന് പുറത്ത് നിന്നിട്ടാണ് നമ്മളിവിടെ സാധാരണ സമരം നടത്താറ്. ആ നിലയിൽ അവിടെ നോക്കുമ്പോൾ ആളുകൾ ഗേറ്റിനകത്താണ്. അപ്പോൾ വിജിൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ആരുമില്ല, ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് കയറി. വിജിൻ അവിടെ എത്തി സ്വാഭാവികമായും ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം പറഞ്ഞു വിജിനെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പോഴാണ് അവിടെ വന്ന SI ഈ മൈക്ക് പിടിച്ചു വാങ്ങുന്നതും വല്ലാത്ത തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തിയത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇത്തരമൊരു സമരം നടക്കുമ്പോൾ കലക്ട്രേറ്റിൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം നിർവഹിച്ചില്ല, പോലീസിന് നിശ്ചയിച്ചില്ല. ഇത് നേഴ്സിംഗ് വനിതകളാണ് ഏറ്റവും കൂടുതൽ അതിലുള്ളത്. ഒരു കുറച്ചുകൂടി പ്രകോപനപരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ പോലീസ് അവരുടെ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തി. നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു അനുഭവം എടുത്തു കഴിഞ്ഞാൽ കളക്ട്രേറ്റ് മുമ്പിൽ സമരത്തിന് പോകുന്നവർ അവിടെ ഗേറ്റ് അടച്ച് 2 പോലീസുകാർ നിന്നാൽ തന്നെ അതിൻ്റെ മുമ്പിൽ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് സമരം നടത്തി പ്രസംഗം നടത്തി പിരിയും. അത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു. ആ വീഴ്ചയെ മറച്ചു വെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത്. എന്ന് മാത്രമല്ല, വിജിനെപ്പോലെയുള്ള ഇവിടുത്തെ അറിയപ്പെടുന്നൊരു MLA ആണ്. ആൾ പ്രസംഗിക്കാൻ വേണ്ടി മൈക്കെടുത്ത് നിൽക്കുമ്പോൾ പോയി ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ പേര്? എത്ര പരിഹാസമാകണത്! വിജിനെപ്പോലെയുള്ളൊരു MLA എത്രമാത്രം പരിഹാസപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഒരു MLAയോട് അപമര്യാദയായി പെരുമാറുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം കേരളത്തിലെ പോലീസിനെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവം ഉണ്ടാക്കുന്നൊരു ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. തൻ്റെ ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ മറച്ചു പിടിക്കാൻ അതുവഴി, കാരണം ഒരു ഭരണകക്ഷി MLA ആണ് വിജിൻ. ആ ഭരണകക്ഷി MLA തന്നെ പോലീസിനെ കുറിച്ച് പരാതി പറയത്തക്ക നില സൃഷ്ടിച്ചാൽ എതിരാളികൾക്ക് നല്ലൊരു ഫലമുണ്ടാക്കാൻ കഴിയും. അതിനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ നടത്തിയത്. ഇവിടെ പോലീസ് നടത്തിയത് വളരെ തെറ്റായ നടപടിയാണ്. ഇത് സംബന്ധിച്ച്
പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ തീർച്ചയായും ഗവൺമെൻറ് സ്വീകരിക്കും. വിജിൻ ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട്. എസ് ഐക്കെതിരെ നടപടി വേണമെന്ന് ആണോ LDF കൺവീനറുടെയും അഭിപ്രായം? അല്ല, ഈ സംഭവങ്ങൾ കേട്ടാൽ സ്വാഭാവികമായും കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഒരു MLAയോട് പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത്. അതുകൊണ്ട് തന്നെ MLAയോട് തെറ്റായ നിലയിൽ പെരുമാറുമ്പോൾ കുറച്ച് ശബ്ദമുണ്ട് എന്നല്ലാതെ ഒരു തെറ്റായ വാക്കും വിജിൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെല്ലാം ഇന്ന് എല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഒരു തെറ്റായ വാക്കും വിജിൻ ഉപയോഗിച്ചിട്ടില്ല. വിജിൻ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം വെച്ച് അദ്ദേഹം പ്രതികരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ നഴ്സുമാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. 100ഓളം നഴ്സുമാർക്കെതിരെയാണ് ആ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. അതെ, തെറ്റായിട്ടുള്ള നിലപാടൊരു പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക, പോലീസ് സ്ഥലത്തില്ലാതിരിക്കുക, ഒരു ബ്ലോക്കും ചെയ്യാതിരിക്കുക, ജാഥ വരുന്ന ആളുകൾ ഈ തുറന്നു കിടക്കുന്ന ഗേറ്റിൻ്റെ മുമ്പിലൂടെ കലക്ട്രേറ്റിലേക്കല്ലേ പോകുന്നത്. സ്വാഭാവികമായും അങ്ങനെയാണല്ലോ സമര രീതി. അപ്പോൾ അവർ വളരെ ശാന്തരായതുകൊണ്ട് വേറെ സംഭവങ്ങളൊന്നും കണ്ണൂരിലുണ്ടായില്ല.